ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ചാനലായ വീണ സ്പൈലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞങ്ങൾ കോയമ്പത്തൂർ വെച്ചെടുത്തതാണ്. വീണയ്ക്ക് ഒരു മാമൻ കോയമ്പത്തൂർ സെറ്റിൽഡാണ്. മണിക്കുട്ട മാമൻ എന്ന പേര്. അടിയിൽ കാണാം, ഒരു ചുമപ്പ് ഷർട്ടിട്ട് കാണണ്ട. പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഇത് 3ാമത്തെ വിസിറ്റാണ്. മാമൻ അവിടെ വീടിന് മുകളിലേക്ക് എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, റിനോവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാം. പിന്നെ മാമനെയും ആൻറ്റീനെയും അമ്മേനെയൊക്കെ കാണാമെന്ന് വെച്ചിട്ട് പോയതാണ്. ആൻറ്റി അവിടെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ, തൊട്ടടുത്ത 2 ഫ്ലാറ്റിലായിട്ട് ആൻറ്റിയുടെ ബ്രദേഴ്സ് ഉണ്ട്. കൃഷ്ണമാമനും ഉണ്ട്, വിജി മാമൻ്റെ ഫാമിലിയും ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു കൂട്ടുകുടുംബം പോലെയാണ്. അടുത്തടുത്ത് വീടുകളാണെങ്കിലും വലിയൊരു കൂട്ടുകുടുംബം പോലെയാണ് അവർ താമസിക്കുന്നത്. ഇതാണ് അമ്മായി കേട്ടോ. അമ്മായിയുടെ പേര് പ്രേമ എന്നാണ്. 2 മക്കളാണ്. മൂത്താൾ പ്രജിത, 2ാമത്തെ ആൾ പ്രവിത. ഇത് കൃഷ്ണമാമൻ്റെ അമ്മായിയാണ്. അപ്പോൾ അമ്മായി ഞങ്ങൾ വന്നത് പ്രമാണിച്ച് ദോശയൊക്കെ ഉണ്ടാക്കുകയാണ്. അരി ദോശ ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, ചമ്മന്തി ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ഉച്ചയോടുകൂടി അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പം മൂത്താളുടെ മാരേജ് കഴിഞ്ഞു. പ്രജിതയുടെ മാരേജ് കഴിഞ്ഞാണ്. മരുമോൻ്റെ പേരാണ് റിജീഷ്. സൂപ്പറാണ് പുള്ളി. സൂപ്പറാൾ. ഞങ്ങൾ ആൾ വന്നപ്പോൾ നമുക്ക് ബീഫ് ബിരിയാണിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ സാമ്പാറും ഇതൊക്കെ ദോശയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീഫ് ബിരിയാണി അടിക്കാനും പിന്നെ ടച്ചിങ്സും കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ച് മുകളിലേക്ക് ഞങ്ങൾ വിട്ടു. പപ്പയും ഞാനും റിജീഷും. ഞങ്ങൾ ആക്ച്വലി ഇന്നലെ നൈറ്റ് വന്നതാണ്. നൈറ്റ് വന്നപ്പോൾ റിജീഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നൈറ്റ് ഞങ്ങൾ ഇത്തിരി ലേറ്റായി. പിന്നെ മാമനൊക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ വേഗം ഉറങ്ങി. കാലത്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഈ കാണുന്നത്. ഇത് കൃഷ്ണമാമൻ്റെ മോള് രമ്യയുടെ ഉണ്ണിയാണ്. പുള്ളിക്കാരൻ ആരെടുത്ത് ഞാൻ പോയിരുന്നില്ല. എന്തോ ഒരു ഭാഗത്തിൽ കുറച്ച് നേരത്തേക്ക് എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം എടുത്ത വീഡിയോ ആണിത്. ഇതെന്താ പൊട്ടുകടല ലഡു, ഗോതമ്പ് അങ്ങനെയൊന്നും ഇല്ലല്ലോ. വെറും കടല മാത്രം. നമ്മള് ചട്നിക്ക് ആയിരിക്കില്ലേ? ഞാനാണ് ആൻറ്റിയുടെ കുക്കിങ്ങിനെ പറ്റിയിട്ട് വീണ എപ്പോഴും പറയാറുണ്ട്. പല പല സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും. പണ്ട് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് പോയപ്പോൾ ആൻറ്റി ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണിയുടെ കൂടെ ബീഫ് കറി, പിന്നെ ഇതുപോലെ നേരത്തെ കാണിച്ചു തന്നില്ലേ മറ്റേ പരിപ്പ് കൊണ്ടുണ്ടാക്കി ഉണ്ട, അത് ബദാമും കപ്പലണ്ടിയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. അത് അങ്ങനെ കുറേ കഴിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തന്നു. പിന്നെ ലേഡീസൊക്കെ ഫസ്റ്റ് തന്നെ ബിരിയാണിയും ഇതൊക്കെ കഴിച്ചു. ഞങ്ങൾ മുകളിൽ ഒരു ബെക്കാടിയൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഒരു എൻജോയ് ചെയ്യായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഇതിപ്പോൾ 2 മണിക്കായി അവർക്ക് അപ്പോഴേക്കും. പിന്നെ പെണ്ണുങ്ങളുടെയൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞു. പതുക്കെ ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിച്ച് വന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം 3-3:30 ആയി. പിന്നെ എവിടെ പോയാലും പൂച്ചിൻ്റെതായ ലോകമുണ്ട്. പ്രജിതയുടെ മൂത്ത മോനുണ്ടായിരുന്നു. പിന്നെ താഴെയും ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ അവർ 3 പേര് സെറ്റായിട്ട് പോച്ചും അവർ ഭയങ്കര കളികളാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഓരോരോ വഴിക്കായിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ എല്ലാവരും സൈഡാണ് മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ വൈകിട്ട് പുറത്തേക്ക് കോയമ്പത്തൂർ സിറ്റിയിലേക്ക് ഒന്നിറങ്ങാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ എല്ലാവരും അവിടെ റെഡിയായി. ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു എല്ലാവരോടും റെഡിയാക്കും, നമുക്ക് പതുക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ പീലിക്കുട്ടീനെ അവിടെ കൃഷ്ണമാമൻ്റെ അമ്മായി സാരിയൊക്കെ കുടിപ്പിച്ച് കൊടുത്ത് റെഡിയാക്കുന്നു. അവൾക്ക് ഭയങ്കര സാരി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പീലൂസിന്. അങ്ങനെ സാരിയൊക്കെ എടുത്ത് കൊണ്ടുവന്നു. പിന്നെ ലേഡീസ് ഡ്രസ്സൊക്കെ ചെയ്ത് ഒരു റീലൊക്കെ ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഒരു 1-2 റീല് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു റീല് എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കോയമ്പത്തൂർ സിറ്റിയിലെത്തിയപ്പോഴും ഒരു റീൽ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് പോക്ക്. ഇപ്പോൾ കാണാണ്ട പീലുവിനെ സാരി എടുപ്പിച്ച് കൊണ്ടുവരുന്നത്. എന്തിഷ്ടമെന്ന് അറിയാം സാരി എടുക്കാൻ. പുള്ളിയിൽ നിന്നിട്ട് വണ്ടിമൊക്കെ കയറ്റിയിരുത്തി കുറച്ച് റീലൊക്കെ ചെറിയ റീലെടുത്തു. ഇതിപ്പോൾ
പ്രജിതും പ്രവീതിയും നോവയൊക്കെ കൂടിയിട്ടൊരു റീല് പ്ലാനിങ് ആണ്. അപ്പോൾ വീഡിയോ എടുത്ത് കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ പ്രൊഫഷണൽസും എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളല്ലോ. അപ്പോൾ അതിനുള്ള പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ വീട്ടിലത്തെ റീലെടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ കോയമ്പത്തൂർ ടൗണിലേക്ക് വിട്ടു. നമ്മുടെ എറണാകുളത്തൊക്കെ പോലെയുള്ള ഒരു മെറൈൻ ഡ്രൈവ് ഒക്കെ പോലത്തെ ഒരു സ്ഥലമാണ്. കുറേ കാഴ്ചകളുണ്ട്, ബോട്ടിങ്ങും അതുപോലെ തന്നെ പാർക്കും ഒക്കെ ആയിട്ട്. പാർക്കിങ്ങൊക്കെ വളരെ കുറവ്. ഞങ്ങൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് നടന്നത്. പിന്നെ അവിടെ ഐ ലവ് കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ല സ്ഥലം. അപ്പോൾ നമ്മൾ നടക്കാം, നമുക്ക് മെറൈൻ ഡ്രൈവ് നടക്കണ പോലെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നടക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ പല പല ഷോപ്പിങ്ങുകൾ, ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങൾ, സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടോ. അത് ഭയങ്കര പൈസയാണ്, മുതലാവൂല. ചെറിയൊരു റൈഡിന് വരെ 550-650 മേടിക്കണം. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും, കാരണം ഇഷ്ടം പോലെ പേരുണ്ടല്ലോ, ഞങ്ങൾ 1-2 പേരില്ലല്ലോ, നമ്മളൊരു 10-15 പേരുണ്ടായിരുന്നു മൊത്തം എല്ലാവരും കൂടിയിട്ട്. ഇതാണ് റിജീഷ് കേട്ടോ. ഇവിടെ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കൊളീഗ് നിസാ മാഡത്തിനെ കണ്ടു. നിസാ മാഡവും ഹസ്ബൻഡ് ശരത് സാറും ചീഫ് മാനേജറാണ്. അപ്പോൾ അവർ കോയമ്പത്തൂർ അവിടെ ഈ പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവരുടെ വീട്ടിലേക്കൊക്കെ പോയി. ശരത് സാർ ഉണ്ടായിരുന്നില്ല, നിസാ മാഡും മക്കളുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വീട്ടിലേക്കൊക്കെ പോയി അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് നൈറ്റോടുകൂടി തിരിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ സാരി പർച്ചേസാണ്. ആൻറ്റിയുടെ ഏതോ കൂട്ടുകാരിയോ അയൽവക്കത്തുള്ളൊരു ചേച്ചി കുറച്ച് സാരികളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നോക്കി സെലക്ട് ചെയ്യലാണ് ലേഡീസ്. വീണ്ടും മേടിച്ചു 1-2 സാരി അങ്ങോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോയമ്പത്തൂർ വിശേഷങ്ങൾ.